ഇതിൽ ഷാജൻ സ്കറിയ കുറച്ചുകൂടെ വിധേയത്വത്തോടെ സംഘപരിവാറിന് വേണ്ടി സംസാരിക്കുമ്പോൾ മാത്യു ശാമുവേൽ രൂക്ഷമായ ഭാഷയിൽ സംഘപരിവാറിനെ എതിർത്ത് സംസാരിക്കുന്നു. നൂറുകണക്കിന് ആയിരക്കണക്കിന് മിഷണറിമാർ രോഗബാധിതരായി മരിച്ചു പോയിട്ടുണ്ട്. അതായത് തങ്ങളുടെ ജീവൻ ഭാരതത്തിലെ കുഷ്ഠരോഗമില്ലാതെയാക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സംഘപരിവാറുകാരൻ തന്റെ ജീവൻ കുഷ്ഠരോഗികളുടെ ചികിത്സയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടോ എന്നും അദ്ദേഹം ചോദിക്കുന്നു. ഓർഗനൈസറിൽ ധാരാളം വാർത്തകളും ലേഖനങ്ങളും വരാറുണ്ട്. അതൊന്നും RSSന്റെ നിലപാടല്ല. RSS വ്യക്തമായ ഒരു പ്രസ്താവന ഇറക്കിയാൽ മാത്രമേ അത് RSSന്റെ നിലപാടാകുകയുള്ളൂ എന്നാണ് ഷാജൻ പറയുന്നത്. ഹല്ലേലൂയയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ യാത്രയ്ക്കിടയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ചില ദിവസങ്ങളിൽ ഞാൻ വ്യക്തിപരമായ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകളിലായിരുന്നു. അതിനാൽ തന്നെ വീഡിയോകൾ ചെയ്യുവാൻ സാധിച്ചിരുന്നില്ല. ഈ ദിവസങ്ങളിൽ നിരവധി സംഭവങ്ങൾ ഉണ്ടായി. പ്രത്യേകിച്ച് പാർലമെന്റിൽ വഖഫ് ബില്ല് പാസ്സായി. അതുമാത്രവുമല്ല, അതോടനുബന്ധിച്ച് ഉത്തരേന്ത്യയിൽ നിന്ന് 2 പ്രധാനപ്പെട്ട ക്രൈസ്തവ പീഡന വാർത്തകൾ വലിയ വാർത്താ പ്രാധാന്യം ലഭിച്ചു. അതിനെ തുടർന്നാണ് RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ കത്തോലിക്ക സഭയ്ക്കെതിരെ വലിയ ഒരു ലേഖനം പ്രത്യക്ഷപ്പെട്ടു. അത് വലിയ വാർത്തയായി. ആ ലേഖനം അവർ പിന്നീട് പിൻവലിച്ചെങ്കിലും രാജ്യവ്യാപകമായി അത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഈ വാർത്തകളോടെല്ലാം അനുബന്ധിച്ച് കേരളത്തിലെ 2 പ്രമുഖ ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ, വളരെയധികം ഫോളോവേഴ്സ് ഉള്ള ജനസ്വാധീനമുള്ള 2 മാധ്യമ പ്രവർത്തകരായ മറുനാടൻ മലയാളിയുടെ എഡിറ്റർ ഷാജൻ സ്കറിയയും മറ്റൊരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകനായ മാത്യു ശാമുവേലും 2 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഈ 2 വീഡിയോകളെയും ഒന്ന് താരതമ്യം ചെയ്യുവാനായിട്ടാണ് ഈ എപ്പിസോഡിൽ ഞാൻ ശ്രമിക്കുന്നത്. ഷാജൻ സ്കറിയയും മാത്യു ശാമുവേലും കഴിഞ്ഞ ദിവസങ്ങളിൽ പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മോദിയെയും മോദി ഗവൺമെന്റിനെയും വാനോളം പുകഴ്ത്തുന്ന 2 ഓൺലൈൻ മാധ്യമ പ്രവർത്തകരാണ് ഷാജൻ സ്കറിയയും മാത്യു ശാമുവേലും. ഈ 2 പേരും മോദിയെ സ്തുതിക്കുന്നതിൽ ഒരേ നാവുള്ളവരാണെങ്കിലും 2 പേരും തമ്മിൽ 2 വിരുദ്ധ ധ്രുവങ്ങളിൽ നിന്നുകൊണ്ട് ശക്തമായ പോരാട്ടം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പരസ്പരം പേര് പറയാതെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള വീഡിയോകൾ നിരന്തരമായി പുറത്തു വന്നുകൊണ്ടിരുന്നു. തൽക്കാലം അതിനൊരു ശമനം വന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 2 കൂട്ടരുടെയും പ്രേക്ഷകർ ഇരുഭാഗത്തു നിന്നും ഇവരെ സപ്പോർട്ട് ചെയ്യുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതല്ല നമ്മുടെ വിഷയം. ഇവിടെ 2 പേരും ഒരേ വിഷയത്തിൽ എടുത്ത നിലപാടുകളെ കുറിച്ചുള്ള ഒരു വിശകലനമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളിൽ പലരും ആ വീഡിയോകൾ 2 കണ്ടു കാണും. എങ്കിലും ഈ വീഡിയോകളിൽ ഇവർ പരാമർശിക്കുന്ന വിഷയങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ ഇവർ ഏത് ഭാഗത്ത് നിൽക്കുന്നു, എന്താണ് ഇവരുടെ ഉദ്ദേശം എന്നുള്ളത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമെന്ന് കരുതുന്നു. ആദ്യം ഷാജൻ സ്കറിയയുടെ വീഡിയോയെ കുറിച്ച് പറയാം. അദ്ദേഹത്തിന്റെ വീഡിയോയിൽ അദ്ദേഹം പറയുന്ന വിഷയങ്ങൾ അക്കമിട്ട് നിരത്തിയാൽ, ഒന്നാമതായി ഷാജൻ സ്കറിയ പറയുന്നു, ലോകവ്യാപകമായി ക്രൈസ്തവർ പല സ്ഥലങ്ങളിലും പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, പല രാജ്യങ്ങളിലും പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ മൗനം ദീക്ഷിക്കുന്ന ആളുകൾ ഇന്ത്യയിൽ ചെറിയ 1-2 സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയ വാർത്താ പ്രാധാന്യം കൊടുക്കുകയും അതിനെ വ്യാപകമായി ചർച്ച ചെയ്ത് ക്രൈസ്തവർക്ക് ജീവിക്കാൻ കൊള്ളാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി, വഖഫ് നിയമം പാസ്സാകുകയും കേരളത്തിലെ ക്രിസ്തീയ സഭകൾ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ, അതിന് അനുകൂലമായ നിലപാടെടുക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പെട്ടെന്നിതാ ജബൽപൂരിലെയും ഒറീസയിലെയും ഛത്തീസ്ഗഡിലെയും ഒക്കെ ക്രൈസ്തവ പീഡനത്തിന്റെ വാർത്തകൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടാകും. മലയാള മനോരമ പോലെയുള്ള പ്രമുഖ മാധ്യമങ്ങൾ പോലും വലിയ പ്രാധാന്യത്തോടെ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതാണ് ഷാജന്റെ പരാതി. മൂന്നാമതായി ഷാജൻ ചൂണ്ടിക്കാണിക്കുന്നത്, ഹാഗിയ സോഫിയ വിഷയത്തിലും ഹമാസിന്റെ ആക്രമണങ്ങളിലും ആഹ്ലാദം പ്രകടിപ്പിച്ച മുസ്ലിം മാധ്യമങ്ങൾ ഇപ്പോഴിതാ ക്രൈസ്തവർക്ക് ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ ആ വാർത്തകൾക്ക് വലിയ പ്രാധാന്യം നൽകി ക്രൈസ്തവർക്ക് വേണ്ടി മുതലക്കണ്ണീർ ഒഴുക്കുന്നു. 4, മണിപ്പൂർ വിഷയം കേന്ദ്ര സർക്കാർ പൂർണ്ണമായും പരിഹരിച്ചു കഴിഞ്ഞു. എന്നിട്ടും ഇപ്പോൾ ഈ സംഭവങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ മണിപ്പൂർ വിഷയം വലിയ പ്രാധാന്യത്തോടുകൂടെ ചർച്ചയാക്കപ്പെടുന്നു. അത് ശരിയായ കാര്യമല്ല, ഷാജൻ പറയുന്നു. 5ാമതായിട്ട് ഷാജൻ വ്യക്തമാക്കുന്നത് ഓർഗനൈസറിൽ വന്ന ലേഖനത്തെ കുറിച്ചാണ്. കത്തോലിക്ക സഭയ്ക്ക് ഭാരതത്തിലുള്ള സ്വത്തിനെ കുറിച്ച് ഓർഗനൈസർ പറഞ്ഞിരിക്കുന്നത് വസ്തുതാ വിരുദ്ധമാണെന്ന് ഷാജൻ തുറന്നു പറയുന്നു. ഷാജൻ പറയുന്നത്
അതിനേക്കാൾ അനേകം മടങ്ങ്, ഓർഗനൈസർ വെളിപ്പെടുത്തിയതിനേക്കാൾ അനേകം മടങ്ങ് സമ്പത്ത് കത്തോലിക്ക സഭയ്ക്കുണ്ട്. ഇതൊന്നും ആരും അവർക്ക് സംഭാവന ചെയ്തതല്ല, അവർ അവരുടെ പണം കൊണ്ട് സമ്പാദിച്ചതാണ്. അതൊന്നും ഏറ്റെടുക്കാനുള്ള ശ്രമം നടത്താൻ തക്കവണ്ണം BJP-യോ RSS-ഓ വിഡ്ഢികളല്ല എന്നുകൂടെ ഷാജൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ആറാമതായിട്ട് ഷാജൻ പറയുന്നത്, ഓർഗനൈസറിൽ ധാരാളം വാർത്തകളും ലേഖനങ്ങളും വരാറുണ്ട്. അതൊന്നും RSS-ന്റെ നിലപാടല്ല. RSS വ്യക്തമായ ഒരു പ്രസ്താവന ഇറക്കിയാൽ മാത്രമേ അത് RSS-ന്റെ നിലപാടാകുകയുള്ളൂ എന്നാണ് ഷാജൻ പറയുന്നത്. ഇവിടെ നമുക്ക് ഷാജനോട് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമുണ്ട്. പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ അതിശക്തമായി പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് ഷാജൻ സ്കറിയ. അദ്ദേഹത്തിന്റെ പത്രത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന് അനുകൂലമായി ആരെങ്കിലും ഒരു ലേഖനം എഴുതാനോ ഒരു വാർത്ത വായിക്കുവാനോ അദ്ദേഹം അനുവദിക്കുമോ? കാരണം ഷാജന്റെ പത്രത്തിന്റെ നിലപാട് വ്യക്തമായും പൊളിറ്റിക്കൽ ഇസ്ലാമിന് വിരുദ്ധമായതുകൊണ്ട് അവർക്ക് അനുകൂലമായ ഒരു വാർത്തയും എന്ത് ചെയ്യാറില്ല, പൊളിറ്റിക്കൽ ഇസ്ലാമിന് അനുകൂലമായ ഒരു വാർത്തയും ഷാജൻ സ്കറിയ പ്രസിദ്ധീകരിക്കുവാൻ അനുവദിക്കാറില്ല. RSS-ന് താല്പര്യമില്ലാത്ത ഒരു കാര്യങ്ങളും ഓർഗനൈസറിൽ വരാറില്ല എന്നുള്ള യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഷാജൻ ഇങ്ങനെ പറയുന്നത് എന്നതുകൂടെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ട്. അടുത്തതായിട്ട് ഷാജൻ പറയുന്നത്, മോദി ഭരണത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇവിടെ ക്രൈസ്തവ പീഡനങ്ങൾ ഉണ്ടായിരുന്നു. യാഥാർത്ഥ്യമാണ്, അത് ശരിയാണ്, സമ്മതിക്കാം. എന്നാൽ ഷാജൻ ഒന്നുകൂടെ കടത്തി പറയുന്നു, മോദി വന്നതിന് ശേഷം ഉണ്ടായതിന്റെ അനേകം മടങ്ങ് മുൻപുണ്ടായിരുന്നുവെന്ന്. വസ്തുതകളോടോ കണക്കുകളോടോ യാഥാർത്ഥ്യ ബോധമില്ലാത്ത ഒരു പ്രസ്താവനയായി മാത്രം അതിനെ കരുതിയാൽ മതി. ഇപ്പോൾ നടക്കുന്നത് ബോധപൂർവം ഒരു ഭയം സൃഷ്ടിക്കലാണ്. ക്രൈസ്തവർക്ക് ഇവിടെ വലിയ പീഡനങ്ങൾ ഉണ്ടാകുന്നു. ഹിന്ദുത്വ ശക്തികൾ, RSS, സംഘപരിവാറൊക്കെ ക്രൈസ്തവർക്കെതിരെ നിലപാടുകൾ എടുക്കുന്നു, ക്രൈസ്തവരെ എതിർക്കുന്നു, ആക്രമിക്കുന്നു എന്നൊക്കെ വാർത്ത സൃഷ്ടിക്കുകയാണ്, ബോധപൂർവം ഭയം സൃഷ്ടിക്കുകയാണ് എന്ന് ഷാജൻ സ്കറിയ ഉറപ്പിച്ചു പറയുന്നു. അവസാനമായി ഷാജൻ സ്കറിയയുടെ ഏറ്റവും വലിയ ഒരു പ്രഖ്യാപനം, ഉത്തരേന്ത്യയിൽ വ്യാപകമായ മതപരിവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത് പറയുമ്പോൾ മതപരിവർത്തനം നിയമവിരുദ്ധമാണെന്ന് വരെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് മതപരിവർത്തനം അനുവദനീയമാണ്. ഏത് വ്യക്തിക്കും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാനോ മതവിശ്വാസം ഇല്ലാതെ ജീവിക്കുവാനോ നമ്മുടെ ഭരണഘടന നമുക്ക് അവകാശം തരുന്നുണ്ട്. മതങ്ങളിൽ നിന്ന് മതങ്ങളിലേക്ക് മാറുവാൻ, രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് മാറുവാനുള്ള അവകാശം പോലെ തന്നെ നമുക്ക് അവകാശമുണ്ടെന്നുള്ളത് മറച്ചു വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് മതപരിവർത്തനം തെറ്റായ കാര്യമാണ്, അത് നിയമവിരുദ്ധമാണ്. മാത്രവുമല്ല, ആദിവാസികളുടെ ഇടയിലും ദളിതരുടെ ഇടയിലും ഉപ്പും മുളകും കൊടുത്ത് മതപരിവർത്തനം നടത്തുന്നു എന്ന ഒരു വലിയ ആരോപണവും ഷാജൻ പറയുന്നുണ്ട്. ഇത് തന്നെയാണ് ഇവിടുത്തെ RSS-ഉം സംഘപരിവാറിന്റെ എല്ലാ പ്രസ്ഥാനങ്ങളും ദീർഘനാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ ഷാജൻ സ്കറിയയും ഏറ്റുപാടുന്നു. ഇനി മാത്യു ശാമുവേൽ പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരാം. അദ്ദേഹം വളരെ രൂക്ഷമായ ഭാഷയിൽ, അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ഭാഷയിൽ സംഘപരിവാറിന്റെ ആരോപണങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്നു. ഒരു കാലത്ത് ഇരുണ്ട ഭൂഖണ്ഡം എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഇന്ത്യയെ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ക്രൈസ്തവ മിഷണറിമാർ നൽകിയ സേവനങ്ങൾ കൊണ്ടാണ് ഇന്ന് കാണുന്ന എല്ലാവിധത്തിലുള്ള വികസനവും ഉണ്ടായത് എന്ന് വളരെ കൃത്യമായി മാത്യു ശാമുവേൽ ഓർപ്പിക്കുന്നു. അതിന് അദ്ദേഹം തെളിവായി പറയുന്ന കാര്യം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ലെപ്രസി ഉണ്ടായിരുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലെ കുഷ്ഠരോഗികൾക്ക് വേണ്ടി ഇവിടെ ഒരു സംവിധാനവും ഉണ്ടായിരുന്നില്ല. ഒരാൾക്ക് കുഷ്ഠരോഗം വന്നാൽ ഹൈന്ദവ വിശ്വാസങ്ങൾ അനുസരിച്ച് ആ കുടുംബത്തിൽ നിന്ന് അയാൾ നിഷ്കാസിതനാവുകയാണ്. പിന്നീട് അലഞ്ഞു തിരിഞ്ഞ് ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഇവിടെ ക്രൈസ്തവ മിഷണറിമാർ വന്ന് നിരന്തരമായി നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇന്ത്യ കുഷ്ഠരോഗമുക്തമായ ഒരു രാജ്യമായി മാറുന്നത്, അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നത്. ഏതെങ്കിലും ഒരു സംഘപരിവാറുകാരന് എവിടെയെങ്കിലും ഒരു കുഷ്ഠരോഗിയെ ചികിത്സിക്കുവാനോ കരുതുവാനോ അവനെ ചേർത്ത് പിടിക്കുവാനോ സാധിച്ചിട്ടുണ്ടോ എന്ന് മാത്യു ശാമുവേൽ ചോദിക്കുന്നു. ഒരു കാര്യം കൂടെ അദ്ദേഹം തുറന്നു പറയുന്നു, ഇന്ത്യയിൽ ഒരു വലിയ സാമൂഹ്യ പ്രശ്നമായിരുന്നു അലഞ്ഞു തിരിയുന്ന കുഷ്ഠരോഗികൾ. ഇത് കണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് തന്നെ മിഷണറിമാർക്ക് കുഷ്ഠരോഗികളെ സംരക്ഷിക്കുവാനുള്ള സ്ഥലവും സംവിധാനവും ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പ്രവർത്തിക്കുന്നതിനിടയിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് മിഷണറിമാർ രോഗബാധിതരായി
മരിച്ചു പോയിട്ടുണ്ട്. അതായത് തങ്ങളുടെ ജീവൻ ഭാരതത്തിലെ കുഷ്ഠരോഗമില്ലാതെയാക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സംഘപരിവാറുകാരൻ തന്റെ ജീവൻ കുഷ്ഠരോഗികളുടെ ചികിത്സയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടോ എന്നും അദ്ദേഹം ചോദിക്കുന്നു. സതി നിലനിന്നിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. സതി നിർത്തലാക്കുവാനുള്ള ഏറ്റവും വലിയ ശ്രമം നടത്തിയ ക്രൈസ്തവ മിഷണറിമാരാണ്. അതോടൊപ്പം തന്നെ ബ്രിട്ടീഷുകാർ രാജാറാം മോഹൻ റോയിയെ അതിന്റെ മുന്നേറ്റത്തിന്റെ മുൻനിരയിലേക്ക് പ്രേരിപ്പിച്ച് നിർത്തുകയായിരുന്നു എന്നും മാത്യു ശാമുവേൽ വ്യക്തമാക്കുന്നു. മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത്, രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പിയായ അംബേദ്കറിനെ വിദേശത്തയച്ച് പഠിപ്പിച്ചതും അദ്ദേഹത്തെ ഒരു ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവന്നതും ബ്രിട്ടീഷുകാരായിരുന്നു. ഈ ചരിത്രങ്ങളൊന്നും ആരും മറന്നു പോകുവാൻ പാടില്ല. ക്രൈസ്തവരുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യൻ പാർലമെന്റിലെ സംഘപരിവാറുകാരായ 70% അംഗങ്ങളെങ്കിലും ക്രൈസ്തവ സ്കൂളുകളിൽ വിദ്യാഭ്യാസം ലഭിച്ചവരാണ്. മറ്റൊരു കാര്യം അദ്ദേഹം ചോദിക്കുന്നത്, 200 വർഷം ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചു, അവരെത്ര പേരെ മതം മാറ്റി? ബ്രിട്ടീഷുകാർ അന്ന് ദളിതരെയും ആദിവാസികളെയും മതം മാറ്റുവാൻ സംഘടിതമായി ശ്രമം നടത്തിയിരുന്നെങ്കിൽ ഇന്ത്യ ഇന്ന് ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യമായിരുന്നേനെ എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. സംഘപരിവാറിനോടും RSSനോടും അദ്ദേഹം ചോദിക്കുന്നു, ദീർഘവർഷങ്ങളായി നിങ്ങൾ രാജ്യമുടനീളം ക്രൈസ്തവരെ ആക്രമിക്കുന്നുണ്ട്, എന്നിട്ടും എന്തുകൊണ്ട് ക്രൈസ്തവരെ തടഞ്ഞു നിർത്തുവാൻ, ജനങ്ങൾ ക്രിസ്തുമതത്തിലേക്ക് വരുന്നതിനെ തടഞ്ഞു നിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങളുടെ ഖർവാപ്പസി പരിപാടികൾ പരാജയപ്പെട്ടു പോയി? സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയണം. കാരണം ഇവിടെ ജാതി വ്യവസ്ഥതയുടെയും ദളിതനെയും ആദിവാസിയെയും അകറ്റി നിർത്തുന്നതിന്റെയും ഒരു സംസ്കാരം നിലനിൽക്കുന്നു. അവരെ ചേർത്ത് പിടിക്കുവാൻ ഇന്നും നിങ്ങൾ തയ്യാറാകുന്നില്ല. ദൈവസ്നേഹത്തിന്റെ പേരിൽ യാത്രാ സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത രാജ്യത്തിന്റെ ഉൾപ്രദേശങ്ങളിൽ എത്തിപ്പെട്ട് താമസിച്ച് അവിടെയുള്ള ആദിവാസികളുടെയും ദളിതരുടെയും പ്രശ്നങ്ങളിൽ ഇടപെടുകയും അവരെ ചേർത്ത് പിടിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്നത് ക്രൈസ്തവ മിഷണറിമാരാണ്. അവിടെയൊന്നും ഒരു സംഘപരിവാറുകാരനെയും ഇന്നുവരെ ആർക്കും കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. ഇന്ത്യയിൽ എയ്ഡ്സ് രോഗം വന്ന് എത്രയോ ആളുകൾ മരിച്ചു വീഴുന്നുണ്ട്. ഈ എയ്ഡ്സ് രോഗികളെ സംരക്ഷിക്കുന്ന ഇന്ത്യയിലെ സ്ഥാപനങ്ങൾ നിങ്ങളൊന്ന് എണ്ണി നോക്കൂ. എല്ലാം ക്രൈസ്തവരുടെ സ്ഥാപനങ്ങളായിരിക്കും. ഒറ്റ സംഘപരിവാർ സ്ഥാപനമെങ്കിലും ഈ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടോ? മാത്യു ശാമുവേൽ ചോദിക്കുന്നു. മദർ തെരേസ ചെയ്തതുപോലെ തള്ളപ്പെട്ടവരെ, അവഗണിക്കപ്പെട്ടവരെ, ആരുമില്ലാത്തവരെ ചേർത്ത് പിടിക്കുന്ന ഒരൊറ്റ വ്യക്തിയെങ്കിലും കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ വളർത്തിയെടുക്കുവാൻ സംഘപരിവാരത്തിന് സാധിച്ചിട്ടുണ്ടോ? കത്തോലിക്ക സഭ ആരുടെ സ്വത്താണ് കൈയടക്കിയത്? ശരിയായിരിക്കാം, ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് കുഷ്ഠരോഗികളെ സംരക്ഷിക്കുവാനൊക്കെ സ്ഥലം കൊടുത്തിട്ടുണ്ടാകാം. കുഷ്ഠരോഗികൾ ഇല്ലാതെയായി കഴിഞ്ഞപ്പോൾ ആ സ്ഥലം സഭയുടെ സ്വന്തമായി മാറിയിട്ടുമുണ്ടാകാം. അതല്ലാതെ കത്തോലിക്ക സഭ ആരുടെയും വസ്തു പിടിച്ചടക്കിയിട്ടില്ല, ആരുടേതും കയ്യേറിയിട്ടില്ല. അവരുടെ പണം കൊണ്ട് നിയമപ്രകാരം അവർ നേടിയത് മാത്രമേ അവരുടെ കൈവശമുള്ളൂ. അതെങ്ങനെ നിയമവിരുദ്ധമായി മാറും? അതിനെ എന്തിനാണ് ഇത്ര പർവ്വതീകരിച്ച് പറയുന്നത്? ഇനി മതപരിവർത്തനത്തിലേക്ക് വന്നാൽ ഇവിടെ പണം കൊടുത്ത്, അരി കൊടുത്ത്, വസ്ത്രം കൊടുത്ത് മതപരിവർത്തനം നടത്തുന്നു എന്നാണല്ലോ ആരോപണം. അങ്ങനെയാണ് ആ ആരോപണം ശരിയാണെങ്കിൽ, അരി കൊടുത്തും പണം കൊടുത്തും മാറ്റിയതാണെങ്കിൽ ഇവിടെ 100 കൊടുത്തെടുത്ത് 1000 കൊടുത്ത് നിങ്ങൾക്ക് അവരെ തിരിച്ചു കൊണ്ടുപോകുവാൻ സാധിക്കുമല്ലോ. എന്തുകൊണ്ടാണ് സാധിക്കാതെ വരുന്നത്? ക്രൈസ്തവരുടെ ദേശസ്നേഹത്തെ ചോദ്യം ചെയ്യുന്നതിനെയും മാത്യു ശാമുവേൽ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. ഈ രാജ്യത്തോട് കൂറും സ്നേഹവുമുള്ള, ഇതിന്റെ വികസനത്തിൽ താല്പര്യമുള്ള, ഇതിന്റെ നന്മയിൽ താല്പര്യമുള്ള ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹമെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു. കേരളം ഒഴിച്ച് ഇന്ത്യയിലെ മറ്റൊരിടത്തും ക്രൈസ്തവർ വലിയ രാഷ്ട്രീയ ശക്തിയൊന്നുമല്ല. എന്നിട്ടും ഇന്ത്യയുടെ എല്ലാ പ്രദേശങ്ങളിലും ക്രൈസ്തവ സ്ഥാപനങ്ങൾ, ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതിലെ ശുശ്രൂഷ കേന്ദ്രങ്ങൾ ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. തുടർന്നും അതൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. കാരണം അത് ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. അതിനെ എതിർക്കുവാൻ ആർക്കാണ് സാധിക്കുന്നത്? മാത്യു ശാമുവേലിന്റെയും ഷാജൻ സ്കറിയയുടെയും ഈ 2 വാദങ്ങൾ ഒരേ വിഷയത്തിലുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. മോദിയെയും മോദി സർക്കാരിനെയും പിന്തുണയ്ക്കുന്ന 2 മാധ്യമ പ്രവർത്തകരുടെ നിരീക്ഷണങ്ങളാണ് ഈ 2 വീഡിയോകളിലൂടെ വ്യക്തമാകുന്നത്.
ഇതിൽ ഷാജൻ സ്കറിയ കുറച്ചുകൂടെ വിധേയത്വത്തോടെ സംഘപരിവാറിന് വേണ്ടി സംസാരിക്കുമ്പോൾ മാത്യു ശാമുവേൽ രൂക്ഷമായ ഭാഷയിൽ സംഘപരിവാറിനെ എതിർത്ത് സംസാരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ രണ്ട് വീഡിയോകളുടെയും ലിങ്ക് ഇതിന്റെ ഫസ്റ്റ് കമന്റിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അത് കാണുക.